കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കെട്ടിടം തകർന്നു വീണു മരിച്ച ബിന്ദുവിന്റെ കുടുംബത്തിന് 10 ലക്ഷം രൂപ സഹായം നൽകും. ബിന്ദുവിന്റെ മകന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ജോലിയും നൽകും. 12.5 ലക്ഷം രൂപ ചെലവിൽ വീട് നൽകുന്നതിന് സാമൂഹ്യനീതി വകുപ്പിനെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. കോട്ടയം കളക്ടറുടെ റിപ്പോർട്ട് പരിഗണിച്ചാണ് ബിന്ദുവിന്റെ കുടുംബത്തിന് സഹായം നൽകാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചത്. ബിന്ദുവിന്റെ കുടുംബത്തിന് 10 ലക്ഷം രൂപ ആശ്വാസധനം നൽകാനാണ് മന്ത്രിസഭയുടെ തീരുമാനം. ആശ്വാസധനം വൈകാതെ തന്നെ കൈമാറും. ബിന്ദുവിന്റെ മകന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ജോലി നൽകാനും തീരുമാനിച്ചു. കുടുംബത്തിന് വീട് നൽകുന്നതിന് സാമൂഹ്യനീതി വകുപ്പിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും മന്ത്രി VN വാസവൻ അറിയിച്ചു. 12.5 ലക്ഷം രൂപയാണ് വീടിനായി ചെലവിടുക. മകളുടെ ചികിത്സയ്ക്കാണ് ഇപ്പോൾ പ്രാമുഖ്യം നൽകുന്നതെന്ന് ബിന്ദുവിന്റെ കുടുംബം പ്രതികരിച്ചു. സർക്കാരിന്റെ കാര്യങ്ങൾ അതിന്റെ മറുപോലെ കാര്യങ്ങൾ നടക്കട്ടെ. അപ്പോൾ നമ്മൾ അത് ആലോചിക്കേണ്ട. അത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നിട്ടുണ്ട്, തരാം, അവർ തരും. എല്ലാ കാര്യങ്ങളും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എനിക്ക് കിട്ടുന്നുണ്ട്. ഈ ഇവിടുത്തെ കൊച്ചിന്റെ കാര്യത്തിന് എല്ലാം നടന്നുണ്ട്, എല്ലാ കാര്യങ്ങളും അതിനുണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജിലുണ്ടായ അപകടത്തിൽ മരിച്ച ബിന്ദുവിന്റെ കുടുംബത്തിന് എല്ലാ സഹായവും നൽകുമെന്ന് മുഖ്യമന്ത്രി അടക്കമുള്ളവർ നേരത്തെ ഉറപ്പ് നൽകിയിരുന്നു. ഈ ഉറപ്പ് പാലിച്ചാണ് ഇപ്പോൾ മന്ത്രിസഭ സഹായം പ്രഖ്യാപിച്ചിരിക്കുന്നത്. 24 തിരുവനന്തപുരം.